ഹലോ, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം മഷ്റൂം ഹാർവെസ്റ്റ് ചെയ്യണ വീഡിയോ ഇട്ടപ്പോൾ ഇത് കുക്ക് ചെയ്യണ വീഡിയോ ഇടാമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇതേ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള മഷ്റൂം പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഓയിസ്റ്റർ മഷ്റൂം ആണ് കേട്ടോ. ഇത് കത്തിയൊന്നും ഉപയോഗിച്ച് എടുക്കാതിരിക്കുകയാണ് നല്ലത്. കൈ കൊണ്ട് ഇതേ മെല്ലെ ഇങ്ങനെ തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കിട്ടും. പിന്നെ ഇത് എല്ലാതും ഒരുമിച്ചാവുമൊന്നുമില്ല കേട്ടോ. ദേ ഈ ബെഡിലൊക്കെ കണ്ടോ, ഇതൊക്കെ അടുത്ത പ്രാവശ്യത്തേക്ക് ഒരു 2-3 ദിവസം കഴിഞ്ഞാലാണ് ആവുള്ളൂ. ദേ ഇങ്ങനെ പൂർണ്ണമായിട്ടുള്ള മൊത്തം എല്ലാതും വിരിഞ്ഞിട്ടുള്ളത് മാത്രമേ നമ്മൾ പിക്ക് ചെയ്യുന്നുള്ളൂ കേട്ടോ. അത് ഭയങ്കര സോഫ്റ്റ് ആവും. ഒന്ന് പിടിച്ച് നോക്കിയാൽ തന്നെ അറിയാം നമുക്ക്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിക്ക് ചെയ്യാറായി എന്നാണ് അർത്ഥം. ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കൈയൊക്കെ സാനിറ്റൈസ് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ ഗ്ലൗസ് യൂസ് ചെയ്യണം. ഞാനിവിടെ സാനിറ്റൈസ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് പിക്ക് ചെയ്യാൻ വന്നിരുന്നത്. ഇന്നിതേ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കട്ട് ചെയ്യണത് എങ്ങനെയെന്ന് നോക്കാം. ഇതിലധികം ഒന്നും വേസ്റ്റ് വരില്ല കേട്ടോ. മാക്സിമം നമുക്ക് യൂസ് ചെയ്യാം. ഓയിസ്റ്റർ മഷ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ തണ്ടിൽ തന്നെ ഇങ്ങനെ ഒരുപാട് എതൾ പോലെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന മഷ്റൂമാണ്. അപ്പോൾ ആ എതളൊക്കെ ആദ്യം ഇങ്ങനെ വേർതിരിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് ദേ കണ്ടോ, ഈ ഒരു ചെറിയൊരു പീസ് മാത്രമേ ബാക്കി വരുള്ളൂ. അതും വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് ഈ എതൾ മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത്. ഇതും നൈസായിട്ട് അരിഞ്ഞിടുകയൊക്കെ ചെയ്യാം. ഇവിടെ ഞാൻ ഒരു തണ്ട് ഒരു 3-4 പീസാക്കുന്നുണ്ട് കേട്ടോ. എതളിൻ്റെ ഭാഗത്തേക്ക് കുറച്ച് വലുതാക്കി മുറിക്കുന്നുണ്ട്. താഴോട്ട് പോകുന്തോറും ചെറുതാക്കിയിട്ടാണ് കേട്ടോ മുറിക്കണേ. അതായത് എതളിൻ്റെ സൈഡ് നല്ല സോഫ്റ്റ് ആയിരിക്കും. താഴോട്ട് കുറച്ചും കൂടി ഒരു ബലം ഉണ്ടാവും. അപ്പോൾ അത് വേഗം വേവാൻ വേണ്ടിയിട്ട് ചെറുതാക്കി മുറിക്കുന്നുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വേസ്റ്റും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്ക് എല്ലാ ഭാഗവും ഒരുപോലെ യൂസ് ചെയ്യാവുന്നതാണ് ഓയിസ്റ്റർ. ബാക്കിയുള്ളതുപോലെ വേസ്റ്റൊന്നും വരില്ല. ഇന്ന് നമ്മൾ ഫ്രഷായിട്ട് ഹാർവെസ്റ്റ് ചെയ്ത എല്ലാ മഷ്റൂമും നന്നായി മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി കഴുകിയെടുക്കണം. പുറമേ നിന്നൊക്കെ കിട്ടുന്ന മഷ്റൂമൊക്കെ ആകുമ്പോൾ കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കഴുകിയെടുക്കാറ്. ഇത് വീട്ടിൽ തന്നെ ഫ്രഷായി കിട്ടുന്ന കാരണം ചുമ്മാ ഒന്ന് കഴുകിയെടുക്കണേ ഉള്ളൂ കേട്ടോ. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കണേ. അതാകുമ്പോൾ നന്നായി വെന്ത് കിട്ടുമല്ലോ. ഒരു 2 വിസിലടിച്ച് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നന്നായി വേവും. ബാക്കിയുള്ളത് മസാല ചേർത്തിട്ട് നമ്മൾ ചട്ടിയിലിട്ടിട്ടും വേവിച്ചെടുക്കും കേട്ടോ. ആദ്യം തന്നെ ഇത് കൂണിൽ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടാവും. അത് കാരണം എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നന്നായി കഴുകി വാരി കുക്കറിലേക്ക് ഇടുക. അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഉപ്പും ഇടുക കേട്ടോ. ഉപ്പ് ഇട്ടിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ഒരു 2 വിസിൽ വരുന്നവരെ. ഇത് വേവുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് മസാലയൊക്കെ തയ്യാറാക്കാം കേട്ടോ. ആദ്യം തന്നെ ഇഞ്ചി വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് തോട്ടത്തിൽ നിന്ന് പോയിട്ട് പറിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് പച്ചമുളക് ഉണ്ടോ നോക്കാം. പച്ചമുളക് കാന്താരി കുറച്ച് പറിക്കണം. പിന്നെ വലിയ നീളമുള്ള മുളകുണ്ട്. അപ്പോൾ അതിലുണ്ടെങ്കിൽ നോക്കാമെന്ന് വെച്ചിട്ടാട്ടോ. ഇത് തീരെ എരിവില്ലാത്ത നീണ്ട മുളകാണ് കേട്ടോ. നമുക്ക് കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ലേ, അങ്ങനത്തെ മുളകാണ്. ഇതൊരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് എരിവുണ്ടാവില്ല. അപ്പോൾ പിന്നെ നമ്മൾ കാന്താരി ആകുമ്പോൾ അത്യാവശ്യം എരിവുണ്ടാവുമല്ലോ. കാന്താരി ചെടിയിൽ ഫുള്ള് പഴുത്ത് നിൽക്കുക കേട്ടോ. ഇലയൊക്കെ പോയി ഏകദേശം ഇത് ഒരുപാട് നാളായി. അതിൽ പഴുക്കാത്ത നോക്കിയിട്ട് പച്ച നിറത്തിലുള്ളത് മാത്രം നോക്കിയിട്ട് കുറച്ച് പറിച്ചെടുത്തു കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് കേട്ടോ. കറിവേപ്പില കുളത്തിൻ്റെ സൈഡിലൊരു ചെടിയിലുണ്ട്. അപ്പോൾ അത് കുറച്ച് വെട്ടിക്കളഞ്ഞതാണ്. എന്നിരുന്നാലും നല്ല ഹൈറ്റിലാണ് കേട്ടോ. കുറച്ച് 4 ഇലയേ ഉള്ളൂ. ഉള്ളത് പോയിട്ട് പറിച്ചെടുക്കാം. കുക്കർ 2 വിസിൽ വന്നിട്ട് മാറ്റി ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, ചെറിയ ഉള്ളി ഇതൊക്കെ നേരാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ കുറച്ച് ജീരകം, പട്ട, ഗ്രാമ്പു ഇതെല്ലാം കൂടി മസാലയൊക്കെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് പൊട്ടി ശരിയായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി നൈസായി അരിഞ്ഞത്, ഇത് രണ്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി വഴണ്ടി വരണം കേട്ടോ. ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് വരണം. നല്ല പോലെ വഴറ്റിയെടുക്കണം.
പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് വഴണ്ടി വന്നിട്ട് ഈ ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എല്ലാതും കൂടിയിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഒരു ബ്രൗണിഷ് നിറാവണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുള്ളിയും എല്ലാം ഒരുവിധം നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ പെപ്പർ പൗഡർ, ഇതൊക്കെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പു അങ്ങനെയുള്ള ഗരം മസാലയൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഗരം മസാല പൗഡറും കൂടി ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ വറുത്തെടുക്കണം കേട്ടോ. വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ എണ്ണയിൽ നല്ല പോലെ സ്ലിമ്മിൽ വെച്ചിട്ട് തീ നല്ല പോലെ ചെറുതാക്കി വെച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ആ മസാലയുടെ കുത്തും പച്ചപ്പൊക്കെ മാറി വരുന്ന വരെ നന്നായി ഇളക്കി കൊടുക്കണം. നല്ല പോലെ റോസ്റ്റാക്കിയിട്ട് എടുക്കണം. ഇനി ഈ മസാലയിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വേവിച്ച് വെച്ചിട്ടുള്ള കൂനുണ്ടല്ലോ, ആ കൂന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിൽ ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് മസാലയിൽ അധികം ആഡ് ചെയ്യാഞ്ഞ്. ഉള്ളി വഴറ്റുമ്പോഴൊക്കെ ഞാൻ കുറച്ച് വേഗം വേവാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കണം. ഈ മസാലയും ഈ കൂനും കൂടി നന്നായി നല്ല പോലെ മിക്സ് ചെയ്ത് ഇളക്കി വെച്ച് ആ വെള്ളം വറ്റണ വരെ നമ്മൾ കുറച്ച് റോസ്റ്റ് പോലെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആ വെള്ളം വറ്റണ വരെ ഹൈയിൽ വെച്ചെടുക്കരുത് കേട്ടോ. സ്ലോയിൽ വെക്കുക അല്ലെങ്കിൽ മീഡിയത്തിൽ വെക്കുക, എങ്കിലാണ് ആ മസാല ആ കൂണിലേക്ക് നന്നായി പിടിച്ചെടുക്കുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില ഞാൻ പിച്ചിട്ട് ഇടാറ്, എങ്കിൽ പിന്നെ നല്ല ഫ്ലേവർ കിട്ടുമല്ലോ. ഒന്നിച്ചിടൊഴിക്ക് ഒന്നിച്ചിടാം കേട്ടോ. ഞാൻ അങ്ങനെ പിച്ച് ഇതാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ല പോലെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. സ്ലോയിൽ, അതല്ലാന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇപ്പം ദേ ആ വെള്ളമൊക്കെ വറ്റി നല്ല റോസ്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മസാലയൊക്കെ പിടിച്ച്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മഷ്റൂം എന്ന് പറഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ. ഹൈ പ്രോട്ടീനാണ്, ലോ ഫാറ്റാണ്. പിന്നെ നമുക്ക് ഡൈജഷനൊക്കെ നന്നായി ഹെൽപ്പ് ചെയ്യും, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യും. അങ്ങനെ ഡയറ്റ് ചെയ്യണവർക്കും ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കും എല്ലാവർക്കും വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് മഷ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട്